എൻ്റെ പൊന്നു ചങ്ങായിമാരെ, ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഒരുപാട് വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അസ്തിത്വ ധ്വംസനം നടക്കുന്നു. പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ സമൂഹം ഭിന്നിക്കുന്നൊരവസ്ഥ എത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള കുറേ സാമൂഹികമായ പ്രക്രിയകൾ, പിന്നെ കടം, ബാധ്യത, രോഗം, ധൂർത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ചരിത്രത്തിൽ അപ്രത്യക്ഷമായി പോയ ആളുകളെ സംബന്ധിച്ചുള്ള ചർച്ച അനിവാര്യമായിരിക്കുന്നൊരു സന്ദർഭം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ അഹമ്മദ് ഷാ, ഡങ്കി ഷാ എന്നൊക്കെ വിളിക്കുന്ന മൗലവി അഹമ്മദ് ഷാ എന്നൊക്കെ പറയുന്ന മനുഷ്യരെക്കുറിച്ച് ഉണ്ടായതുപോലെ, അതുപോലെ തന്നെ മറ്റു പല ആളുകളെക്കുറിച്ചും ഇന്ന് സമൂഹത്തോട് പറയേണ്ട സന്ദർഭത്തിൽ ഇപ്പോൾ പറഞ്ഞതാണോ എന്നറിഞ്ഞില്ല, എപ്പോൾ പറഞ്ഞതായാലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു വരുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ ക്ലിപ്പ്. അതിന് ഒന്ന് കണ്ടു നോക്കാം. എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ്. അത് സ്ത്രീകളുടെ വിഷയത്തിൽ സുന്നത്താണെന്ന് അഭിപ്രായം മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പല നാടുകളിലും അത് അവർ ചെയ്തു വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അത് ദീനീ വിരുദ്ധമാണെന്ന് എഴുതള്ളാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ദീനോടുള്ള വെല്ലുവിളി. ഇതാണ് ഉസ്താദിന്റെ പ്രസംഗം. ഇതെനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ വളരെ മോശമാണ്. മുസ്ലിം സുഹൃത്താണ്, വേറെ ആരുമല്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകളൊക്കെയും ഒരു ചർച്ചയ്ക്കും വിധേയമാക്കേണ്ട ഒരു കാലമോ കാര്യമോ ഇപ്പോഴില്ല എന്നതാണ് ഒരു വസ്തുതാപരമായ കാര്യം. ഇതൊക്കെ വെറും അനാവശ്യ ചർച്ചകൾ, വെറും ഒരു കാര്യവുമില്ലാതെ ഇവർ മടക്കെന്നും പറഞ്ഞില്ലേ, ദാഹിച്ചു കഴിഞ്ഞ് വെള്ളം കുടിക്കുന്ന പോലെ വാരിയെടുത്ത് നിലത്തങ്ങ് അടിക്കുക. ഈ അടിക്കുന്ന സബ്ജക്റ്റ്, എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഇപ്പോൾ ഈ ഉസ്താദന്മാർ ദയവായി നിങ്ങൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഖുർആനും ഒക്കെ പഠിക്കുന്നതോടുകൂടി നിങ്ങൾ ചാറ്റ് GPT-യോടും ഗ്രോക്കിനോടും പിന്നെ ജെമിനിയോടും ഒക്കെ ചോദിച്ചാൽ നല്ല മനോഹരമായ പോയിൻറ്റ്സ് തരും, എന്തൊക്കെ പറയണം എന്നുള്ളതിനെക്കുറിച്ച്. അത് വളരെ ശാന്തമായി ഒരു ബഹളവുമില്ലാതെ സമാധാനത്തോടെ സ്നേഹഭാഷയിൽ ജനങ്ങളോട് അങ്ങ് പറഞ്ഞാൽ മതി. അല്ല, ഇതൊന്നും ഒരു വിഷയമല്ല. ഞാനിത് നമ്മുടെ MM അക്ബർ സാഹിബിന് അയച്ചു കൊടുത്തു. അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് കണ്ടിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഇത് അയച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൻ്റെ കുറിപ്പാണ് ഞാൻ ഈ വായിക്കുന്നത്. സ്ത്രീകളുടെ സർക്കംസിഷൻ അഥവാ ഫീമെയിൽ ജെനൈറ്റൽ കട്ടിംഗ് എന്ന വിഷയത്തിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഫിഖ്ഹും ആധുനിക വൈദ്യശാസ്ത്രവും വേർതിരിച്ച് നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ സർക്കംസിഷനെ പുരുഷ സർക്കംസിഷനോട് തുല്യമായി ഇസ്ലാമിൽ നിർബന്ധമായ സുന്ന എന്ന് പറയുന്നത് ശരിയല്ല. ഖുർആനിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടോ? ഇല്ല. ഖുർആനിൽ സ്ത്രീകളുടെ സർക്കംസിഷൻ നിർദ്ദേശിക്കുന്ന ഒരായത്ത് പോലുമില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പുത്രിമാരെയോ ഭാര്യമാരെയോ സ്ത്രീ സഹാബിമാരെയോ സർക്കംസിഷൻ ചെയ്യാൻ നിർദ്ദേശിച്ചതായി സഹീഹായ വ്യക്തമായ ഹദീസില്ല. WHO 2025 ഗൈഡ് ലൈനിലും FGM ഖുർആനിലോ പ്രധാന മതഗ്രന്ഥങ്ങളിലോ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലെന്നും ഈ ആചാരം ഇസ്ലാമിനും ക്രിസ്തുമതത്തിനും മുമ്പുണ്ടായിരുന്നുവെന്നും WHO ഗൈഡ് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹദീസിൽ സ്ത്രീ സർക്കംസിഷൻ പരാമർശിക്കുന്നില്ലേ? ഉണ്ട്. പ്രധാനമായും ഉദ്ധരിക്കപ്പെടുന്നത് ഉമ്മ അദിയ സംബന്ധിച്ച റിപ്പോർട്ടാണ്. അർത്ഥം ഏകദേശം ഇങ്ങനെയാണ്: നീ സർക്കംസിഷൻ ചെയ്യുമ്പോൾ അധികമായി മുറിക്കരുത്. ഇത് സുനൻ അബീ ദാവൂദിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഹദീസ് നിലവാരത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ ഇതിനെ ദുർബലമെന്ന് വിലയിരുത്തി. അതുകൊണ്ട് തന്നെ ഇതിനെ അടിസ്ഥാനമാക്കി സ്ത്രീ സർക്കംസിഷൻ നിർബന്ധമാണെന്ന് ഉറപ്പിച്ചു പറയുന്നത് പ്രശ്നകരമാണ്. ഹനഫി ഫിഖ് സംബന്ധിച്ചൊരു ഫത്വ സോഴ്സ് പോലും ഡിസൈസീവ് ടെക്സ്ച്വൽ എവിഡൻസ് ഇല്ലെന്നും ഈ ഹദീസുകളുടെ ദൗർബല്യം കാരണം നിയമവിധിയിൽ വ്യത്യാസമുണ്ടെന്നും വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ട് സ്ത്രീ സർക്കംസിഷൻ ഒരു നിർബന്ധ മതാചാരമാണെന്ന് സ്ഥാപിക്കുന്നില്ല. അതിൽ നിന്ന് പരമാവധി ഒരു പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതിയെക്കുറിച്ച് ഉള്ള നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കാം. അതും ഹദീസിൻ്റെ ഓതൻറ്റിസിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. 4 മദ്ഹബുകളുടെ നിലപാടൊന്നാണോ? അല്ല. സ്ത്രീ സർക്കംസിഷൻ സംബന്ധിച്ച് ക്ലാസിക്കൽ ഫുഖഹാക്കൾക്കിടയിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. ചില ഷാഫി പണ്ഡിതർ അതിനെ വാജിബായി കണക്കാക്കി, ചില ഹംബലി പണ്ഡിതർ വാജിബ് അല്ലെങ്കിൽ സുന്ന എന്നിങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. അനബി പാരമ്പര്യത്തിൽ സാധാരണയായി അത് മതപരമായ നിർബന്ധമായ സുന്ന അല്ല എന്ന നിലപാടാണ് കാണുന്നത്. മാലിക്കി പണ്ഡിതന്മാർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. അതിനാൽ 4 ഇമാമുമാരും സ്ത്രീ സർക്കംസിഷൻ നിർബന്ധമാണെന്ന് ഏകകണ്ഠമായി പറഞ്ഞിട്ടുണ്ട് എന്ന വാദം ശരിയല്ല.
ഇത് ഒരു അറബി ഇസ്ലാമിക് കസ്റ്റം മാത്രമാണോ? ഇവിടെ ഒരു പ്രധാന ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഫീമെയിൽ ജെനിറ്റൽ കട്ടിംഗ് ഇസ്ലാമിൽ നിന്ന് ആരംഭിച്ചതെന്ന് ചരിത്രപരമായി പറയാൻ കഴിയില്ല. ഇസ്ലാമിന് മുമ്പും പല സമൂഹങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നിന്നിരുന്നു. ഇത് പ്രധാനമായും ചില ആഫ്രിക്കൻ, മിഡിൽ ഈസ്റ്റേൺ, ഏഷ്യൻ സമൂഹങ്ങളിലാണ് കാണപ്പെടുന്നത്. WHO പ്രകാരം ഇതൊരു സോഷ്യോ കൾച്ചറൽ ട്രഡീഷണൽ പ്രാക്ടീസാണ്. ചില സമൂഹങ്ങൾ അതിനെ മതപരമായി ജസ്റ്റിഫിക്കേഷൻ നൽകുന്നുണ്ടെങ്കിലും മതഗ്രന്ഥങ്ങളിലൊന്നും അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് FGM ഈക്വൽ ടു ഇസ്ലാമിക് പ്രാക്ടീസ് എന്ന് പറയുന്നത് ചരിത്രപരമായും മതപരമായും വളരെ വലിയ ജനറലൈസേഷനാണ്. എന്നാൽ ചില മുസ്ലിം സമൂഹങ്ങളിൽ ഇത് മതപരമായ ആചാരമായി ഒരു കാലത്ത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും സത്യമാണ്. ശാസ്ത്രം എന്താണ് പറയുന്നത്? ശാസ്ത്രം പറയുന്നത് വളരെ വ്യക്തമാണ്. WHO നിലവിലെ മെഡിക്കൽ എവിഡൻസ് പ്രകാരം FGMന് യാതൊരു ആരോഗ്യപരമായ ഗുണവുമില്ല. അത് ഹെൽത്തി ജെനിറ്റൽ ടിഷ്യൂ മുറിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുന്നതിനാൽ ഉടനുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ശക്തമായ വേദന, അമിത രക്തസ്രാവം, മൂത്രമൊഴിക്കുന്നതിൽ ബുദ്ധിമുട്ട്, വൂണ്ട് ഹീലിംഗ് പ്രശ്നങ്ങൾ, ഷോക്ക്, ചില സാഹചര്യങ്ങളിൽ മരണം എന്നിങ്ങനെയാണ്. ദീർഘകാല പ്രശ്നങ്ങൾ റെക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ, മെനിസ്ട്രൽ ഡിഫിക്കൽട്ടീസ്, കാർ ടിഷ്യൂ ക്ലോയിഡ്സ്, ക്രോണിക് പെയിൻ, സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്നിങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2025 WHO പ്രസിദ്ധീകരിച്ച വലിയ സിസ്റ്റമാറ്റിക് റിവ്യൂ മെറ്റാ അനാലിസിസ് 75ലധികം സ്റ്റഡികൾ പരിശോധിച്ചു. FGM ചെയ്ത സ്ത്രീകൾക്ക് പ്രസവ സംബന്ധമായ കോംപ്ലിക്കേഷൻ്റെ സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തി. ഡിപ്രഷൻ, ആങ്സൈറ്റി, PTSD എന്നിവയ്ക്കും ഉയർന്ന റിസ്ക് കണ്ടെത്തി. അതുകൊണ്ട് മെഡിക്കലായി ഇത് ഗുണകരമാണെന്ന വാദത്തിന് നിലവിൽ ഒരു ശാസ്ത്രീയ തെളിവുകളും പിന്തുണ നൽകുന്നില്ല. എന്നാൽ ഇസ്ലാം ഹാനികരമായ കാര്യം അനുവദിക്കില്ല എന്ന പ്രിൻസിപ്പിൾ എങ്ങനെ ഉപയോഗിക്കണം? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വയം ദോഷം ചെയ്യരുത്, മറ്റൊരാൾക്ക് ദോഷം വരുത്തുകയും ചെയ്യരുത്. ഇത് ഇസ്ലാമിക് ലീഗൽ പ്രിൻസിപ്പിളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്രൊസീജിയറിൽ യഥാർത്ഥ മെഡിക്കൽ ഹാം ഉണ്ടെന്ന് ക്വാളിഫൈഡ് മെഡിക്കൽ എവിഡൻസ് വ്യക്തമാക്കിയാൽ ഇത് സുന്നയാണെന്ന പേരിൽ അതിനെ നിർബന്ധമായി തുടരാൻ ഇസ്ലാം അനുവദിക്കില്ല. ഇതിനാലാണ് കോണ്ടംപററി സ്കോളേഴ്സ് പലരും പറയുന്നത് ഹാനികരമായ FGMനെ മതത്തിൻ്റെ പേരിൽ തുടരാൻ പാടില്ല. ഈജിപ്തിലെ ദാറുൽ ഇഫ്ത പോലും ഫീമെയിൽ സർക്കംസിഷനെ കൾച്ചറൽ പ്രാക്ടീസായി വിശേഷിപ്പിക്കുകയും അതിനെ പിന്തുണയ്ക്കുന്ന പ്രധാന തെളിവുകൾ വളരെ ദുർബലമാണ്, അതിൻ്റെ നിരോധനം മക്കാസിദ് അൽ ശരിയയോട് യോജിക്കുന്നതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 7. ഒരു പ്രധാനപ്പെട്ട ഡിസ്റ്റിങ്ഷൻ, FGM എന്നത് ഒരേ കാര്യമല്ല. WHO 4 ടൈപ്പായി വേർതിരിക്കുന്നു. ക്ലിട്ടോറൽ ഗ്ലാൻസ്, ഹുഡിൻ്റെ ഭാഗം നീക്കം ചെയ്യൽ, ക്ലിട്ടോറൽ ടിഷ്യൂ, ലേബിയ മിനോറ എന്നിവയുടെ ഭാഗം നീക്കം ചെയ്യൽ, വജൈനൽ ഓപ്പണിംഗ് വളരെ ചുരുക്കുന്ന ഇൻഫിബുലേഷൻ ടൈപ്പ് 4, പ്രിക്ലിംഗ്, പിയേഴ്സിംഗ്, കട്ടിംഗ്, സ്ക്രാപ്പിംഗ്, കാച്ചുറൈസിംഗ് തുടങ്ങിയ മറ്റ് ജെനിറ്റൽ ഇഞ്ചറീസ്. അതുകൊണ്ട് ഫീമെയിൽ സർക്കംസിഷൻ എന്ന ഒറ്റപ്പദം ഉപയോഗിക്കുമ്പോൾ എന്ത് പ്രൊസീജിയറാണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കണം. എല്ലാ രീതികളെയും ഒരേ രീതിയിൽ ക്ലാസിക്കൽ ഫിഖയിലുള്ള ഖിതാൻ എന്ന പദവുമായി തുല്യമാക്കുന്നത് ശരിയല്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാമിക് കൺക്ലൂഷൻ എന്താണ് എന്നുള്ളത് എൻ്റെ വായനയിൽ നിന്ന് പറയാം. ഖുർആനിൽ സ്ത്രീ സർക്കംസിഷന് യാതൊരു നിർദ്ദേശവുമില്ല. സ്ത്രീ സർക്കംസിഷൻ നിർബന്ധമാണെന്ന് സ്ഥാപിക്കുന്ന വ്യക്തവും സഹീഹുമായ ഹദീസില്ല. ഇതിനെക്കുറിച്ചുള്ള ചില ഹദീസുകളുണ്ട്. അവയുടെ ഓതൻറ്റിസിറ്റിയിൽ, ലീഗൽ ഇംപ്ലിക്കേഷനിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ക്ലാസിക്കൽ മുസ്ലിം ജൂറിസ്റ്റിൽ ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിനാൽ ഇസ്ലാം യുനാനിമസ്ലി മാൻഡേറ്റ്സ് ഇറ്റ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന വ്യാപകമായ സാമൂഹ്യ പ്രാക്ടീസ് ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്നു, കസ്റ്റവുമായി ബന്ധപ്പെട്ടതാണത്. മോഡേൺ മെഡിക്കൽ എവിഡൻസ് പ്രകാരം FGMന് ഹെൽത്ത് ബെനിഫിറ്റ് ഇല്ല, മറിച്ച് ഫിസിക്കൽ, സെക്ഷൽ, റീപ്രൊഡക്റ്റീവ്, സൈക്കോളജിക്കൽ ഹാംസ് ഉണ്ടാകാം. അതിനാൽ ഹാംഫുൾ FGMനെ ഇത് സുന്നയാണെന്ന പേരിൽ നിർബന്ധിച്ച് പെൺകുട്ടികൾ ചെയ്യുന്നത് ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ഓഫ് അവോയ്ഡിങ് ഹാമിനോട് പൊരുത്തപ്പെടുന്നില്ല. ഒടുവിൽ ഒരു കാര്യം കൂടി, പുരുഷ സർക്കംസിഷൻ സുന്നയാണെങ്കിൽ സ്ത്രീ സർക്കംസിഷനും അതുപോലെ സുന്നയായിരിക്കണമെന്ന റീസണിങ് ശരിയല്ല. പുരുഷ സർക്കംസിഷന് ശക്തമായ സ്വഹീഹായ ടെക്സ്ച്വൽ എവിഡൻസ് ഉണ്ട്. സ്ത്രീ സർക്കംസിഷൻ്റെ തെളിവുകൾ അതേ നിലവാരത്തിലുള്ളതല്ല. തുടങ്ങിയ വിശദമായ ഒരു കുറിപ്പാണ്. ചുരുക്കത്തിൽ സമൂഹത്തിന് സംശയമില്ലെങ്കിലും ഉസ്താദന്മാർക്ക് ഇക്കാര്യത്തിൽ സംശയം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ MM അക്ബർ സാഹിബ് ഫോർവേഡ് ചെയ്ത ഈ നോട്ട് മൊത്തം വായിച്ചത്. അതുകൊണ്ട് വെറുതെ അവരവരുടെ മക്കൾക്കും ഭാര്യമാർക്കും ബന്ധുക്കൾക്കും ചെയ്യാത്ത കാര്യം നാട്ടിലെവിടെങ്കിലും ഒരു പ്രസംഗവേദി കിട്ടുമ്പോൾ അതിലടിച്ച് തകർത്ത് ഒരു മതത്തെ മോശമാക്കല്ലേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അന്ന് ആരിഫ് ഹുസൈൻ അവിടെ വെച്ച് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഊരിപ്പോകുന്നതിൻ്റെ കാരണം ഖുർആനിൽ തെളിവെവിടെ എന്ന് ചോദിച്ചതുകൊണ്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അങ്ങോട്ട് പരിശോധിച്ച് എന്നാൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളും 10,000-കണക്കിന് രേഖകളിലും എവിടെയെങ്കിലും വരുന്ന സൂചനകൾ വെച്ച് ഒരു പാവം ഇസ്ലാമിനെ പീഡിപ്പിക്കാൻ നിങ്ങൾ തന്നെ ഇറങ്ങി പ്രചരവേല നടത്തരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.